ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ, ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. പക്ഷെ പഠിക്കാനിരുന്നപ്പോഴത്തേക്ക് സമയം ഒരു 5:15 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ടും എൻ്റെ ഒപ്പം തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ രാവിലത്തേക്കുള്ള ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നു, ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ തലേന്ന്. ഇഡ്ഡലിയും കറിയും ഞാൻ തന്നെ വെച്ചോളാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ആയിക്കോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്ന് മാവ് അരച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി ഫ്രഷായി. ഞാൻ ഇന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സൺഡേക്കല്ലേ, അപ്പോൾ എക്സാമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഒന്ന് അമ്പലം വരെ ഒന്ന് പോയിട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുള്ളതാണ്, ഇവിടെ തൊട്ട് താഴെയുള്ള അമ്പലത്തിലേക്കാട്ടോ പോയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ റെഡി ആയിട്ട് അമ്പലത്തിലേക്ക് പോയി. ഒരു 7:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും സൂര്യൻ ഉദിച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെയാണ് കിഴക്ക് വശം. അപ്പം ഡയറക്റ്റ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്കാണ് കേട്ടോ വെയിലടിക്കുക. പിന്നെ ഈ അമ്പലം തൊട്ട് താഴെയുള്ള അമ്പലം തന്നെയാണ്. ഞാൻ കുറേ വീഡിയോസിലേക്ക് ഇതിന് മുന്നേ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ അമ്പലത്തിൽ പോയി അവിടെ കുറച്ച് നേരം ഇരിക്കും കേട്ടോ. കുറച്ച് പീസ്ഫുള്ളായിട്ട് അവിടെ ഇരുന്നിട്ട് പിന്നെ അങ്ങ് പോരും. അപ്പോൾ രാവിലത്തെ കറി ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്നാണ് പറഞ്ഞത്. തലേന്ന് തന്നെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ചെറിയൊരു സാമ്പാർ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞാൻ വിചാരിക്കുന്നതാണ് സാമ്പാർ ഉണ്ടാക്കണമെന്ന്. പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിയപ്പോഴാണെങ്കിലും അതിനകത്ത് പരിപ്പില്ല കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഒരു 2-3 തക്കാളിയും ഒരു ഉരുളക്കിഴങ്ങ് ഒരു സവാള കുറച്ച് മുളകൊക്കെ ആയിട്ട് എടുത്തിട്ട് അരിഞ്ഞെടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് ചായ. ഫ്രണ്ട് ഉണ്ടായിരുന്ന ഒരാൾ പള്ളി പോയി, പിന്നെ ഒരാൾ എണീറ്റിട്ടുണ്ടായില്ല കേട്ടോ. അപ്പം കുക്കറിനകത്തേക്കാണ് പച്ചക്കറികൾ സാധനങ്ങൾ വെച്ചിട്ടൊരു 4-5 വിസിലടുപ്പിച്ച് പിന്നെ അപ്പോഴത്തേക്കും ചായ പാൽപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ചായയാണ് കേട്ടോ. അപ്പോൾ പാൽ വാങ്ങിച്ച് അങ്ങനെ സ്റ്റോർ ചെയ്യുന്നതിൽ ബെറ്റർ പാൽപ്പൊടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് പാൽപ്പൊടി വെച്ചിട്ട് ചായ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ കടുക് സാധനങ്ങളൊക്കെ വറുത്തിട്ട് ഞാനൊരു കുഞ്ഞ് സാമ്പാർ റെഡി ആയിട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് ഇഡ്ഡലി റെഡിയാക്കി വെച്ചതുകൊണ്ട് വന്നപ്പോഴത്തേക്കും കറി ഉണ്ടാക്കിയിട്ട് ഇഡ്ഡലി സാമ്പാറും കൂടി കഴിച്ചു കേട്ടോ. അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ പരിപ്പൊക്കെ ഇട്ട് അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാക്കുമ്പോഴല്ലേ അടിപൊളിയായിട്ട് ഉണ്ടാവുക. പിന്നെ അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്ന് പഠിക്കുമായിരുന്നു കേട്ടോ. കാരണം പിറ്റേന്ന് എക്സാം ഉണ്ടായിരുന്നു, മൺഡേ ഇൻറ്റേർണൽ എക്സാം നടക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വ്ളോഗൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി. ഞാൻ എടുത്തു വെച്ചിട്ടുള്ള 2 വ്ളോഗും ലേറ്റായിട്ടോ. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം പഠിച്ചു. ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കും. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തണ്ണിമത്തൻ്റെ ജ്യൂസ് അടിച്ചു കുടിച്ചു കേട്ടോ. ചൂടൊക്കെയല്ലേ, അപ്പോൾ ഇടയ്ക്ക് ചെറിയൊരു തണുപ്പൊക്കെ ഉള്ളിച്ചെല്ലട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീണ്ടും ഒരു 1.5 മണിക്കൂർ ഇരുന്ന് പഠിച്ചു. അത്യാവശ്യം നന്നായിട്ട് തന്നെ പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എക്സാമും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എക്സാമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിരുന്ന് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയാമല്ലോ, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ പഠിച്ചതിനൊക്കെ അത്യാവശ്യം എഴുതിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലൂടെ തന്നെ ഞാൻ തുണി മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുണി കൊണ്ടേ വിരിക്കുവാണെങ്കിൽ ഓൺ ദ സ്പോട്ട് ഉണങ്ങി കിട്ടുമല്ലോ. നല്ല വെയിലാണ് ടെറസിൻ്റെ മുകളിൽ. അപ്പോൾ സൂര്യൻ ഉദിച്ച് മുകളിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് വെയിലടിക്കുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ അമ്പലത്തിൽ പോയതും തലേദിവസം ഇട്ടൊക്കെയുള്ള കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. ഉച്ചയ്ക്ക് ചോറും രാവിലത്തെ സെയിം സാമ്പാറും തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേറെ ആരും ഇങ്ങനെ വീഡിയോസിനകത്തൊന്നും കാണിക്കുന്നില്ല. പിന്നെ അടുത്ത വീഡിയോസ് മുതൽ ഞാൻ എല്ലാവരെയും കാണിച്ചു തുടങ്ങാം കേട്ടോ. പിന്നെ ഞാൻ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി. ഒരു 2-3 മണിക്കൂറൊക്കെ ഉറങ്ങി കേട്ടോ. ഒരു 5-5:30 ആയപ്പോഴത്തേക്കും ഉറങ്ങി എണീറ്റു. അപ്പോൾ അവരോട് വർത്താനമൊക്കെ പറഞ്ഞ് ചായ കുടിക്കുക കേട്ടോ. ഫ്രണ്ടാട്ടോ ചായ ഉണ്ടാക്കി തന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുകളിലിട്ടിറന്ന തുണി
എടുത്തിട്ട് വന്നു. അങ്ങനെ തുണിയും കാര്യങ്ങളൊക്കെ മടക്കി വെക്കുക കേട്ടോ. അപ്പോഴും അവരിങ്ങനെ വർത്താനമൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതുവരെ ഞാനിവിടെ വന്നിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് അവരെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാട്ടോ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ കണ്ടോ, ഈ വീഡിയോയ്ക്കകത്താണെങ്കിലും ഒരു ക്ലാരിറ്റി അത്രയ്ക്കില്ല. ഓൾറെഡി ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ലൈറ്റിൻ്റെ ഇഷ്യൂ വരുമ്പോൾ വീണ്ടും ക്ലാരിറ്റി കുറയും. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാൻ മടി. അപ്പോൾ ഞാൻ പല വീഡിയോയിൽ ഇപ്പോൾ ഞാൻ അടുപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ തുണിയും കാര്യങ്ങളൊക്കെ ഇരുന്ന് മടക്കി വെച്ചു. പിന്നെ പോയി കുളിച്ച് ഫ്രഷൊക്കെ ആയി വന്ന് പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ യൂസ് ചെയ്ത് അങ്ങ് ഇരിക്കും കേട്ടോ. അപ്പോൾ അവൾ മുഖം കാണിക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴാണ് അവൾ പറഞ്ഞത് അവളെ ഞാൻ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തിയിട്ടില്ലാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ അവളെ കാണിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയിലത്തേക്ക് രാവിലത്തെ മാവ് കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു 2-3 ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് അത് കഴിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ പതിവ് പോലെ പഠനത്തിലേക്ക് കയറി കേട്ടോ. അത് കഴിഞ്ഞിട്ടൊരു 10 മണി 10:30 അല്ല ഒരു 11 മണിയാണെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഉറങ്ങി. പിന്നെ രാവിലെ എണീറ്റിട്ട് വീണ്ടും പതിവ് പോലെ തന്നെ 4 മണിക്ക് എണീറ്റിട്ട് പഠനം. ഇതൊക്കെ തന്നെയാണ് കേട്ടോ സെയിം റൊട്ടൈൻ. കാരണം എക്സാം ആകുമ്പോൾ നമ്മൾ ഫുൾ ടൈം പഠിത്തമായിരിക്കുമല്ലോ. ഫുൾ ടൈം അല്ലെങ്കിലും പറ്റുന്ന പോലെ ഇരുന്ന് പഠിക്കും. പിന്നെ ഇനി കൂടുതലൊന്നുമില്ല. അപ്പോൾ ഞാൻ മാക്സിമം അത്യാവശ്യം ഇന്നെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.